നമ്മളിലൊരു 99% ആളുകളുടെയും സ്വപ്നമായിരിക്കും ഒരു കോടീശ്വരനാകുക, സമ്പന്നനാകുക എന്നുള്ളത്. പണം ആവശ്യമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വല്ല സന്യാസിയോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ പോലും ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ 10 കോടി ആസ്തിയുള്ള 20 കോടി ആസ്തിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ 100 കോടി തൊട്ട് മുകളിലേക്ക് ആസ്തിയുള്ള ആളുകളുടെ ലൈഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വളരെയധികം ഡിഫറെന്റ് ആണ്. 1.46 ബില്യൺ ആണ് നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷൻ. അതായത് 146 കോടി ജനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്നത്. അപ്പൊ ഈ 146 കോടി ജനങ്ങളിൽ തന്നെ ഏകദേശം ഒരു 66,800 പേർക്ക് മാത്രമാണ് 100 കോടിക്ക് മുകളിൽ ആസ്തിയുള്ളത്. അതുപോലെ 1000 കോടിക്ക് മുകളിൽ ആസ്തിയുള്ളത് വെറും 1687 പേർക്കുമാണ്. ഈ 100 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് മെട്രോ സിറ്റീസിൽ അൾട്രാ പ്രീമിയം അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. മൾട്ടിപ്പിൾ പ്ലേസസും മൾട്ടിപ്പിൾ ലക്ഷറി ഹോംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇപ്പൊ കേരളത്തിലെ 100 കോടി ആസ്തിയുള്ള ഒരാളെന്ന് വിചാരിക്കുക. അയാൾക്ക് ചിലപ്പോൾ മുംബൈയിൽ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ കുറച്ചുകൂടെ മേളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 300-400 കോടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ദുബായിൽ അവർക്കൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ. മൾട്ടിപ്പിൾ സിറ്റിയിൽ മൾട്ടിപ്പിൾ ലക്ഷറി ഹോംസ് ഉണ്ടാവും. ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ കാണും, ഫാം ഹൗസ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ കാണും. പിന്നീട് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരുപാട് സെർവൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ സെർവൻസ് നോക്കുകയാണെങ്കിൽ ഒന്ന് തൂത്തു ഉടയ്ക്കാനായിട്ട് ചിലപ്പോൾ ഒരാളുണ്ടാവും, അല്ലെങ്കിൽ പാത്രമൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ടാവും. അതിന് ചിലപ്പോൾ 1-2 പേര് മാക്സിമം ഉണ്ടാവും. പക്ഷേ ഒരു 100 crore ആസ്തിയുള്ള ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു 10 to 15 സെർവൻസ് തന്നെ അവർക്കുണ്ടാവും പല പല കാര്യങ്ങൾക്കായിട്ട്. പിന്നീട് ഇയാൾക്ക് പേഴ്സണൽ ആയിട്ടൊരു മാനേജർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനാണ് ഈ 10-20 പേര് എന്ന് ആലോചിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ധൂർത്തല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെയൊക്കെ വീട്ടിലെ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ആ ജോലി ചെയ്യുകയാണെങ്കിൽ ആ പൈസയും കൂടി നമുക്ക് എടുക്കാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? അപ്പൊ അയാൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിനേക്കാളും വാല്യൂ കുറവാണ് നമ്മൾ ഈ ജോലി ചെയ്യാൻ ചെലവഴിക്കുന്ന അത്രയും സമയത്തിനുള്ളത്. ഒരു ജോലിക്കാരന് വെച്ചാൽ 2 മണിക്കൂർ വന്ന് ചെയ്യുന്ന ഒരു ജോലി നമ്മൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ ആ 2 മണിക്കൂർ അയാൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിനേക്കാളും കുറവായിരിക്കും 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പൈസ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്മാൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഒരു ദിവസം 1 മണിക്കൂറത്തെ വരുമാനം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളൊരു 12 മണിക്കൂർ വർക്ക് ചെയ്യും, 12 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം. അങ്ങനെ 1 മണിക്കൂറിന് 1 ലക്ഷം രൂപ വെച്ച് വരുമാനം കിട്ടാൻ നിങ്ങൾ മാസം ഒരു പണിക്കാരന് 30,000 രൂപ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അയാളുടെ ദിവസത്തെ 2 മണിക്കൂർ ജോലി ഏറ്റെടുത്ത് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. ഇത്രയും വലിയ നഷ്ടമായിരിക്കും അത്. കാരണം ഒരു ദിവസം 2 മണിക്കൂർ ആകുമ്പോൾ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് അവിടെ നഷ്ടമാണ്. 30 ദിവസം ആകുമ്പോൾ 60 ലക്ഷം രൂപ നിങ്ങൾക്ക് അവിടെ നഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ഈ 60 ലക്ഷം രൂപ നോക്കുക, അയാൾക്ക് മാസം കൊടുക്കുന്ന 30,000 രൂപ നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആ ലോജിക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു നിശ്ചിത സമയം കൊണ്ട് നമ്മൾക്ക് എത്രത്തോളം പൈസ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ലേബേഴ്സിനെ അല്ലെങ്കിൽ നമ്മൾ ഓരോ ജോലിക്കാരെ ഹയർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാൻ ഒരാളെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഗാർഡൻ നന്നായിട്ട് സൂക്ഷിക്കാൻ ഒരാളെ ആവശ്യമുണ്ട്, വീട് വൃത്തിയായി സൂക്ഷിക്കാൻ ഒരാളെ ആവശ്യമുണ്ട്, പാത്രങ്ങൾ കഴുകാൻ ചിലപ്പോൾ ഒരാളെ ആവശ്യമുണ്ട്, കാറ് ഡ്രൈവ് ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ട്. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ അയാൾക്ക് കാറിൽ നിന്ന് മറ്റു ജോലികൾ ചെയ്യാം, ബിസിനസിന്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. അപ്പൊ നിങ്ങളിൽ പല ആളുകളും ഈ 100 കോടി 1000 കോടിയൊക്കെ പോട്ടെ, ജീവിതത്തിൽ 1 കോടി എങ്കിലും ടോട്ടൽ അസറ്റ് ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യമുള്ള ആളുകളായിരിക്കും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കമ്പാരേറ്റീവ്ലി ഏറ്റവും പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. അപ്പൊ അതിനായിട്ട് പല ആളുകളും രാപ്പകലിൽ ജോലി ചെയ്യുന്നുണ്ടാകും, സമ്പാദ്യം ചേർത്ത് വെക്കുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ ഫ്യൂച്ചറിനെ കരുതി സമ്പാദിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമ്പാദിക്കുന്നതിനോടൊപ്പം പണം അനാവശ്യമായിട്ട് നഷ്ടപ്പെടുന്ന വഴികളും കൂടി അടയ്ക്കണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഈ ആശുപത്രി ചെലവുകൾ എന്ന് പറയുന്നത്. നമ്മൾ സമ്പന്നനാകണമെങ്കിൽ കാലങ്ങൾ ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് വേണം സമ്പന്നനാകാൻ. എന്നാൽ നമ്മളെ ദരിദ്രനാക്കാൻ ഒരൊറ്റ ഹോസ്പിറ്റൽ ബില്ല് മതി. അപ്പോൾ അതിന് ഇടവരുത്താതിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളതാണ്. അൺലിമിറ്റഡ് കവറേജ് ലഭിക്കുന്ന ഹെൽത്ത് പോളിസികൾ ഇപ്പൊ കുറഞ്ഞ ചെലവിൽ എടുക്കാൻ സാധിക്കും. മാസം വെറും 400 to 500 രൂപ മുതൽ പ്രീമിയം തുകയിൽ തുടങ്ങി 1 കോടി രൂപ വരെ കവർ ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം കമ്പയർ ചെയ്ത് ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ നോക്കി തിരഞ്ഞെടുക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ GST ഇല്ലാത്തതുകൊണ്ട് മുമ്പ് 10 ലക്ഷത്തിന്റെ കവറേജ് കിട്ടുന്ന പോളിസി എടുത്തിരുന്ന പൈസ കൊണ്ട് ഇപ്പോൾ 20 ലക്ഷം വരെ കവറേജ് ലഭിക്കുന്ന പോളിസികൾ എടുക്കാൻ സാധിക്കും. കുടുംബത്തിന് മൊത്തമുള്ള പ്ലാൻ കുറഞ്ഞ ചെലവിൽ മാസം തോറും അടവ് വരുന്ന രീതിയിൽ 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാം. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് ലഭിക്കും. ഡയബറ്റിസ്, തൈറോയിഡ്, BP, ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് 1ാമത്തെ ദിവസം മുതൽ തന്നെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകളും അവൈലബിൾ ആണ്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ട് വേണം. അതിനുവേണ്ടി വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരികെ വരുമ്പോൾ അതുപോലെ തന്നെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ടാവും കാര്യങ്ങളൊക്കെ നോക്കാൻ. പിന്നെ എല്ലാം മാനേജ് ചെയ്യുന്ന ഇവ ഈ സെർവൻസിനെ ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ കോർഡിനേറ്റ് മാനേജ് ചെയ്യാൻ ചിലപ്പോൾ ഒരു മാനേജർ ഉണ്ടാവും. അങ്ങനെ ഒരു 10-20 ലേബേഴ്സ് ഇയാളുടെ അണ്ടറിൽ തന്നെ ഉണ്ടാവും.
ഇയാളുടെ വീട്ടും ഹൗസ് ഹോൾഡും ബാക്കി പേഴ്സണൽ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ്. ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്യും, അവിടെ പോയി കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് വരികയാണെങ്കിൽ അത് പോയി നടത്തും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവരുടെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹെൽത്തിനായിട്ട് തന്നെ ഇവർ ചിലപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ടീമിനെ വെച്ചിട്ടുണ്ടായി. ഒരു പേഴ്സണൽ ഡോക്ടർ ഉണ്ടാവും, പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ടാവും, ചിലപ്പോൾ വീട്ടിൽ തന്നെ ജിം ഉണ്ടാവും, ആ ജിമ്മിൽ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വരുന്ന പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും. ബാക്കി മറ്റെന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസോ എക്സസൈസോ ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാൻ അതിനൊരു മാസ്റ്റർ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഹയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം ഇവർ പ്രോപ്പറായിട്ട് കെയർ ചെയ്യും. അതുപോലെ തന്നെ സ്കിൻ കെയർ. ഇപ്പോൾ റെഗുലർ ആയിട്ടൊരു സ്കിൻ ക്ലിനിക്കിൽ പോയി പ്രോപ്പറായിട്ട് സ്കിൻ കെയർ എടുക്കുന്ന എത്ര സാധാരണക്കാരനുണ്ടാവും? അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ അതുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിന്നിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പോയി സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു മൾട്ടി മില്യൺ, ഒരു 100 കോടി ഒക്കെ ഉള്ള ആളെ സംബന്ധിച്ച് അവർക്കൊക്കെ ഈ സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നോർമലാണ്. അവർക്കൊരു ഞാൻ ഈ പറഞ്ഞ പോലെ പേഴ്സണലായിട്ട് അവർ കൺസൾട്ട് ചെയ്യുന്ന ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഏജ് ആകുന്നതനുസരിച്ച് ചിലപ്പോൾ ഫില്ലേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അവർ യൂസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവർ യൂസ് ചെയ്യുന്നുണ്ടാവും. കുറേയൊക്കെ പേഴ്സണൽ കോൺഷ്യസ് ആയിട്ടുള്ള മില്യനേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇനി ഇവർ ട്രാവൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്ന എങ്ങനെയാണ്? നമുക്ക് ചിലപ്പോൾ ഒരു ബൈക്ക് ഉണ്ടാവും, ഒരു കാർ ഉണ്ടാവും, കുറച്ചുകൂടെ ക്യാഷുള്ള ആളുകൾക്ക് ഒരു ലക്ഷറി കാറൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കാർസ് ഉണ്ടാവും. കാരണം അവർക്ക് പ്രോപ്പറായിട്ട് അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ 100 കോടിയിൽ നിന്ന് കുറച്ചുകൂടെ മേപ്പോട്ട് 500-1000 കോടി വരെ കാസ്റ്റുള്ള ആളുകളാണ്. ചിലപ്പോൾ പ്രൈവറ്റ് ജെറ്റ് വരെയുള്ള ആളുകളുണ്ട്. ഈ ട്രാവലിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഫോറിൻ ഹോളിഡേയ്സ്, മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഹോളിഡേയ്സിന് പോവുക, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോവുക, അതിൽ ഭൂരിഭാഗവും ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലൊക്കെ ആയിരിക്കും അവർ പോകുന്നത്. അതുപോലെ തന്നെ ഇവർ നല്ല രീതിയിൽ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാർട്ടീസ് ഇവർ ഓർഗനൈസ് ചെയ്യും. ഇവരുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ അവരും നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഒരു ദിവസം ഒരാളുടെ വീട്ടിലാണ് പാർട്ടിയെങ്കിൽ അടുത്ത ദിവസം മറ്റൊരാളുടെ വീട്ടിൽ പാർട്ടി ഉണ്ടാവും. അൾട്രാ റിച്ച് ആയിട്ടുള്ള ആളുകൾ മാത്രം പങ്കെടുക്കുന്ന നൈറ്റ് പാർട്ടീസ് ഇവരുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമാണ്. അതിൽ തന്നെ ഫോർമൽ പാർട്ടീസും ഉണ്ടാവും, കാഷ്വൽ ആയിട്ടുള്ള മറ്റു പാർട്ടീസും ഉണ്ടാവും. പിന്നെ ഇവർക്ക് ആന്റിക് പീസസിനോടൊക്കെ വലിയ ക്രൈസ് ആയിരിക്കും. കാരണം ഒരു അളവിലധികം കയ്യിലേക്ക് പൈസ വരുമ്പോൾ അത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടെ ജീവിതത്തിലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പൈസ ഇല്ലാത്ത കാരണം ഇതിനോടൊന്നും ചിന്തിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. പക്ഷെ ഒരു അളവിൽ അധികം പൈസ കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ചിലപ്പോൾ ഒരു ഇതുണ്ടാവുന്നില്ല. സന്തോഷം തരുന്ന എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അവർ ആലോചിക്കുന്നത്. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു റെയർ പീസസ് എവിടെയെങ്കിലും ഇന്ന രാജാവ് ഇന്ന കാലത്ത് ഉപയോഗിച്ച ഒരു വാള്, അല്ലെങ്കിൽ ഇന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇങ്ങനെ യൂസ് ചെയ്ത ഒരു ഗണ്ണ്, ഇങ്ങനെയൊക്കെയുള്ള സാധനം, ആന്റിക് പീസസ്, അങ്ങനെയുള്ള റെയർ ഐറ്റംസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഒരു കളക്ഷൻ ഹോബി എന്നുള്ള രീതിയിൽ ഒരു റെപ്യൂട്ടേഷന്റെ ഭാഗമായിട്ട് ഇവരിത് വാങ്ങിച്ച് ഇവരുടെ വീടുകളിൽ വെക്കും. ഇപ്പം ആനക്കൊമ്പ് വാങ്ങിച്ചു വെക്കുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും അല്ല. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു റെപ്യൂട്ടേഷന്റെ ഭാഗമായിട്ട്, ഒരു ആഡംബരം, ഒരു പ്രൗഢിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ആന്റിക് പീസസ് ഒക്കെ വലിയ വില കൊടുത്ത് ഇവർ വാങ്ങിച്ച് വെക്കാറുണ്ട്. അങ്ങനെയുള്ള കളക്ഷൻസും ഹോബീസും ഒക്കെ ഇവർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരൊരു അസറ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഒരു മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. എവിടെ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എങ്ങനെ 2 രൂപയാക്കാം എന്നിവർ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്സിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യും, ഒരുപാട് സ്റ്റാർട്ടപ്സിനെ കുറിച്ച് ഇവർ ചിന്തിക്കും. അങ്ങനെയുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ കുറിച്ച് ഇവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ചിലതൊക്കെ ഇവർക്ക് നഷ്ടമായിരിക്കും, ചിലതൊക്കെ ലാഭമായിരിക്കും. രണ്ടും കൂടി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഒരു പ്രോഫിറ്റിലായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത്. അതുപോലെ ടെക് ആൻഡ് ഗാഡ്ജറ്റ്സുമായിട്ട് ഇവർ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പോൾ അയാളുടെ ഒരു ഗാഡ്ജറ്റ്, ഇപ്പോൾ നമുക്ക് iPhone 16 Pro Max എടുക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം വളരെ ആശിച്ച് മോഹിച്ച് EMI ഇട്ട് iPhone 16 Pro Max വാങ്ങിച്ച ഒരാൾ ഇപ്പോഴും ചിലപ്പോൾ അതിൻ്റെ EMI അടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അയാൾക്കിപ്പോൾ പുതിയ 17 Pro Max എടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരു വെൽത്തി ആളെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ 50-100 രൂപ മുടക്കുന്നവരാണ് അവർക്കൊരു ഫോണൊക്കെ വാങ്ങിക്കാന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ഇറങ്ങുന്ന ഗാഡ്ജറ്റ്സ് അവരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. പല കമ്പനികളുടെ പല മോഡലുകളാണ് ഇവരിങ്ങനെ വാങ്ങിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഗാഡ്ജറ്റ്സിനോട് എപ്പോഴും ഒരു അപ്ഡേറ്റഡ് ആയിരിക്കും. പിന്നെ ഈ പറയുന്ന ഒരു സാധാരണക്കാരനെ, ഈ 100 crore വർത്തുള്ള ഒരാളെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ എപ്പോഴും കുറച്ചൊരു കോൺഷ്യസ് ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അയാളൊരു കരുതൽ, ഒരു പേടിയോ ഉണ്ടാവും. പക്ഷെ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനൊരു കാര്യം ഉണ്ടാവില്ല. അയാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. കാരണം എൻ്റെ കയ്യിൽ പൈസയുണ്ട്, എന്ത് വന്നാലും നേരിടാം എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് അയാൾക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് അയാൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് കേസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വളരെയധികം, അത് അയാളുടെ ജീവിതത്തിന് വളരെയധികം ബാധിക്കും. പിന്നീടൊരു വിവാഹാലോചന വരുമ്പോൾ അവൻ്റെ പേരിലൊരു കേസ് ഉണ്ടായിരുന്നു എന്ന് പറയും. പിന്നെ അയാൾക്ക് ചിലപ്പോൾ നല്ലൊരു വിവാഹാലോചന വരണമെന്നില്ല. അതുപോലെ ഫാമിലി, ഫ്രണ്ട്സ്, അവരുടെ എല്ലാം ഒരു ബ്ലാക്ക് ലിസ്റ്റിലാവും. ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റോ ഇയാളുടെ പേരിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഒരു അൾട്രാ റിച്ച് ആയിട്ടുള്ള ആളെ സംബന്ധിച്ച് അത് വളരെ കാഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്.
എപ്പോഴും അവരുടെ പേരിൽ ഒരു 5-6 ഒരു 10 കേസൊക്കെ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറയുന്നത് ഷാറുഖ് ഖാൻ എന്ന് പറയുന്ന ആക്ടറിനെ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിലവിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ ഒരു 10-ൽ താഴെ ലീഗൽ കേസസ് ഉണ്ട്. ഡിഫേമേഷൻ സ്യൂട്ട് ബൈ സമീർ വഖേണ്ടെ എന്ന് പറയുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന ഡിഫേമേഷൻ കേസ് 2025 സെപ്റ്റംബറിൽ ഷാറുഖ് ഖാന്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റിനെതിരെ, അതായത് ഷാറുഖ് ഖാന്റെ മകൻ ഡയറക്ട് ചെയ്തിരിക്കുന്ന ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്ന് പറയുന്ന വെബ് സീരീസ് അയാളെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 2 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ നിസ്സാരമായിട്ട് അവരുടെ പേരിൽ എപ്പോഴും ഇങ്ങനെ കേസ് വന്നുകൊണ്ടേയിരിക്കും. അടുത്ത കേസ് 2025 മാർച്ചിൽ തന്നെ അഡ്വർടൈസിംഗ് അല്ലെങ്കിൽ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് കേസ്. ഇത് രാജ്പൂർ കോർട്ടിലാണ്. ഷാറുഖ് ഖാൻ എൻഡോഴ്സ്മെന്റ് ചെയ്തിരിക്കുന്ന ഫെയർനെസ് ക്രീമിന്റെയും പാൻ മസാല ബ്രാൻഡിന്റെയും അഡ്വർടൈസ്മെന്റ് മിസ്ലീഡിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതും ഷാറുഖ് ഖാന്റെ പേരിൽ ഒരു കേസാണ്. അടുത്ത കേസ് ചീറ്റിംഗ് ഓർ ഡിഫക്റ്റീവ് കാർ എൻഡോഴ്സ്മെന്റ് കേസ് 2025 തന്നെയാണ്. ഹ്യുണ്ടായുടെ ഒരു കാർ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ആ കാർ ഡിഫക്റ്റീവ് ആണ്, അപ്പൊ ഷാറുഖ് ഖാൻ ആണ് ആ കാർ പ്രൊമോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാണ് ഷാറുഖ് ഖാന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ടാക്സിന്റെ കേസാണ്. അപ്പൊ ഈ 2025 എന്ന് പറഞ്ഞ വർഷത്തിൽ മാത്രം ഏകദേശം ഒരു 5-6 കേസ് റിപ്പോർട്ട് ചെയ്തത് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യാത്തായിട്ടുള്ള എത്ര കേസ് ഉണ്ടെന്ന് ദൈവത്തിനറിയാം. അപ്പൊ ഈ 2025 മാത്രം ഇത്രയും. അപ്പൊ മുമ്പോട്ടുള്ള വർഷങ്ങളിൽ എത്ര എണ്ണം ഉണ്ടാവും, അതിൽ എത്ര എണ്ണം സോൾവ് ആയി കാണും, ഇപ്പോഴും അൺസോൾവ്ഡ് ആയിട്ട് എത്ര എണ്ണം കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് കേസസ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഷാറുഖ് ഖാൻ എന്ന് പറയുന്ന ആക്ടറിനെ മാറ്റി നിർത്തി ഏതെങ്കിലും ഒരു ചെറിയ കമ്പനിയുടെ ഓണറിനെ എടുത്തു. അപ്പോൾ ഓരോ കമ്പനിയും ഓരോ 100 കോടിയുള്ള കോടീഷൻ അല്ലെങ്കിൽ ഓരോ 100 കോടിയും മുകളിൽ ആസ്തിയുള്ള കോടീഷനെ എടുക്കുകയാണെങ്കിൽ അവരെന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടായിരിക്കുമല്ലോ അവർ പൈസ സമ്പാദിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ലീഗൽ കേസസ് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർക്കൊരു സെറ്റ് ഓഫ് പേഴ്സണൽ അഡ്വക്കേറ്റ്സ് എപ്പോഴും ഇവരുടെ ടീമിലുണ്ടാവും. അവർ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ എല്ലായിടത്തും ഇവർക്കൊരു VIP പരിഗണന ആയിരിക്കും കിട്ടുന്നത്. ഒരു സാധാരണക്കാരൻ കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് മാറിയിക്കല്ല, നീ അങ്ങോട്ട് മാറിയിക്കടാന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ കയറി ചെല്ലുമ്പോൾ സാർ വരൂ എന്നായിരിക്കും ഇവർക്ക് കിട്ടുന്ന പരിഗണന. അത് ചെറിയൊരു വെൽത്തി തൊട്ട് തുടങ്ങുമെങ്കിലും അപ്പോൾ ഈ 100 കോടിയൊക്കെ ആസ്തിയുള്ള ഒരാൾ വരുമ്പോൾ അയാൾക്ക് എത്രത്തോളം പരിഗണന കിട്ടും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിപ്പോൾ പലതരത്തിലുള്ള ദേവാലയങ്ങളിൽ പോലും അവർക്ക് VIP പരിഗണന ലഭിക്കും. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലാണെന്നൊക്കെ പറയുമെങ്കിലും ദേവാലയങ്ങളിൽ പോലും ഇങ്ങനെയുള്ള ഹെവി റിച്ച് ആയിട്ടുള്ള കോടീഷന്മാർക്ക് VIP പരിഗണനയാണ് ലഭിക്കുന്നത്. കാരണം അവർ നല്ല രീതിയിൽ ഡൊണേഷൻസ് കൊടുക്കും. ഡൊണേഷൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ദേവാലയങ്ങൾക്ക് മാത്രമല്ല, മതപരമായിട്ടുള്ള പാർട്ടികൾക്ക് നല്ല ഡൊണേഷൻസ് കൊടുക്കും. മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ല രീതിയിൽ ഡൊണേഷൻസ് കൊടുക്കും. കാരണം ഇവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഇടപെട്ട് സോൾവ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരെയും പ്രീതിപ്പെടുത്തി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇവർ നല്ല രീതിയിൽ ഡൊണേഷൻസ് കൊടുക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും അധികാരികളെയൊക്കെ ഇവർ പ്രീതിപ്പെടുത്തി ഇവരുടെ ഒരു ക്ലോസ് സർക്കിളിൽ നിർത്തിയിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ ഒരു ഹെൽപ്പിനായിട്ട്. അടുത്ത കാര്യമാണ് ഇവരുടെ കല്യാണങ്ങൾ എന്ന് പറയുന്നത്. ഫെസ്റ്റിവൽ മൂഡിലായിരിക്കും ഇവർ കല്യാണങ്ങൾ പലരും നടത്തുന്നത്. അത്രയും അത്യാഡംബര രീതിയിലായിരിക്കും കല്യാണങ്ങൾ നടത്തുന്നത്. പക്ഷെ ഇവരുടെ മൊത്തം വെൽത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമായിരിക്കും ഇവർ കല്യാണങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. പക്ഷെ സാധാരണക്കാരന് അത് വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വെഡിങ് പോലെ ആയിരിക്കും തോന്നുന്നത്. പക്ഷെ ആ കല്യാണം കൊണ്ട് വലിയ രീതിയിലുള്ള റീച്ചും പോപ്പുലാരിറ്റിയും എല്ലാം ഇവർ ഉണ്ടാക്കിയെടുക്കും. അതും അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യും. പക്ഷെ ഇത് കണ്ടിട്ട് സാധാരണക്കാരനായിട്ടുള്ളവരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും വീട് പണയം വെച്ചുമൊക്കെ ഈ പറയുന്ന പോലെ അത്യാഡംബരമായിട്ട് കല്യാണം നടത്തും. പിന്നെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ ആ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി ചെലവഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് മേജർ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. ഒരു സാധാരണക്കാരനും 100 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ഒരാളും തമ്മിൽ ഉള്ള പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള ഡിഫറൻസസ്. അപ്പോൾ ഇത് മൊത്തത്തിൽ പറഞ്ഞു തീർക്കാനൊന്നും ഈ ഒരു വീഡിയോ മതിയാവില്ല. സോ തൽക്കാലം ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം മറക്കണ്ട. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോളിസി 25% വരെ ഡിസ്കൗണ്ടോടുകൂടി പർച്ചേസ് ചെയ്യാം. ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻട്രസ്റ്റിംഗ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, and please don't forget to enable the bell button. I'll see you in my next video. I'm Adil Hussain, signing off.